അവന്റെ നാമമെന്നും ധന്യമാകുന്നു. കൈവരുമാനന്ദം നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്ക് നിന്നെ നമിക്കാം. നാഥനും ഹൃദയവിളിക്കും ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും എന്റെ ആത്മാവത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? ജിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? സന്നിധി വിട്ടെങ്കടൽ നിറയുമ്പോഴേ പാതാളത്തിലും അവിടം നൽകുവാനും കടലിൽ യാത്ര ചെയ്യുന്നവർ തുമ്പോൾ ധനമില്ലാത്തോ കരയും. നിന്റെ സന്നിധിയിൽ നിന്നുകളെ തിരസ്കരിക്കരുതേ.
കർത്താവിനെ കഠിനമായാലേ അന്ത്യവിധിക്കായി അണയും നേരം കരികൊടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ പകരണമേ ഞങ്ങൾക്കെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ചെയ്യണം. എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. ബാവാപുത്രൻ ഗോപായ്ക്കും കീർത്തനഗാനം പാടുന്നു. മധ്യഗണത്തിനു മൃത്യുമാരാധ്യൻ വരുവിൻ കർത്താവ് നൽകുന്നോ ആരാധനയും നിന്റെ ശോഭയിൽ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിനെന്നും ദുഷ്ടപിതാവിൻ വഞ്ചനേ. അവരെ ആനന്ദിപ്പിച്ച കർത്താവേ, സർവേശ്വര അവരെ നിരാശരാക്കാതെ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉപതിവേ ജടികാശകളും പൂർണകപ്പോ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവരുമാകുന്നു. ഭാവിയുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ തുലകളാകുന്നു. കർത്താവേ, നീ എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർക്ക് കഴിയുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാ ആദ്യം മുതൽ എന്നേക്കും ആമേ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവന്റെ രൂപം നിന്റെ മകനെയുമായ ശ്രീകൃഷ്ണന് ഞങ്ങൾ ആരാധനയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരത്ത് വലം ഭാഗേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃദുരാന്തരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങ് സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ
നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുള. അപാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുവാമേ തെളിവായി എന്നോട് നാദാവിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും എന്റെ ആദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. വിശ്വാസമുടെ ദാസം ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാ നോഹബറാഹും ഇസഹാക്കിയാകട്ടെ. ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. ഒരു വത്സലരാം സ്നിഹരുമൊരുപോ വിനയാന്വിതരാ തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥ. ആട്ടണ പോകല്ല. ആടികടക്കും ഭക്തകരേ കരയും മറ്റവരാനന്ദേ ശാശ്വതമാനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം. ഇതിലെങ്ങോട്ട് പോയി ഇതിലെ വഴി കൊടുക്കും. എല്ലാവർക്കും പേര് അടുത്തുണ്ട്. അടുത്തുണ്ട് അടുത്തുണ്ട് എല്ലാവരും നിത്യമകോന്നത മക്കളോടെ
സമ്പന്നമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും പോകല ആത്മാവിനെ ചണ്ടാപൂർവം ഉയർത്തിട്ട് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ ിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവരെ വിളിക്കുകയും സന്തോഷത്തിനെ ആശ്രയിക്കുന്ന ഭക്താട് പ്രതീക്ഷ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും നിന്റെ കർത്താവെ ഞാൻ കരുണയോടെ നിർത്തണമേ. നല്ല വരത്ത് വലം ഭാഗേ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. ങ്ങൾ പാടും ഹൃദയാംഗരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. ആമോദീസ വഴിയങ്ങേ സുതരാണവരം ഓർക്കണമേ. അവന്റെ സന്തോഷപരാനേക്കും കർത്താവേ നിൻ സോണിതവും ദീപശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാവളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റോഹായും മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. മുന്നിലിതാ നിൻ കബറിടമല്ലേ. സ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോ. സുഭഗം സ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളയിടമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ എല്ലാവർക്കും രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ
സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസ്തനേർപ്പിച്ച കർത്താവ്യ ശബ്ദമുഖനീയമായ നീതിവിധിയുടെ ദിവസത്തിന്റെ ദാസിയെ വിളിക്കുന്നതിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമിടവാനമെങ്ങനെ പ്രത്യക്ഷാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ച രക്ഷകരായി കബറിടങ്ങൾ നിർത്തിയെടുക്കുകയും ദുഷ്ടജനങ്ങൾ തീരുമാനന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിന്റെ തെരഞ്ഞെടുത്ത ലോകാരോസമാകപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹം നിന്റെ കൃപയും അനുഗ്രഹവും നവസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അകത്തോട് വരാൻ പറ, അകത്തോട് അകത്തോട് വരാൻ പറ. പെണ്ണുങ്ങൾക്ക് അതിന്റെ അകത്തോടെ
സുന്ദരമടുവിൻ സുന്ദരമം പാവിടേകും മുടി വീച്ചിന്നു ആനന്ദം മാ ആരാധിച്ചു വണങ്ങുന്നു അതുകാൽ ഞങ്ങൾ കുത്താനം ആമോദിസ വഴി അങ്ങേ സുതരാണവരെന്ന് നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ചോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകും. നിങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നെങ്കിൽ എല്ലാവർക്കും രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ കാത്തിരിക്കുന്നു. ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. ഈ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ പാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, ഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പങ്കെടുത്തുകൊണ്ട് സിനിക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനാദിയും ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും അഗ്നീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്ന മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്ന മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ വേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ വേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യവ ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെങ്കിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയരാകും. മർത്യദേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും നീ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരുത്തു ബലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം.
എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം തിരുവാശീർച്ചാണ്. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അകാലത്തിലെ എന്നേക്കുമായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന സിനിയുടെ മരണത്തിൽ വേർപാട് ദുഃഖിതരായിരിക്കുന്ന സിനിയുടെ പ്രിയപ്പെട്ട അമ്മച്ചി, പ്രിയപ്പെട്ട ഫിലിപ്പ്, ടോണി, ടോഷ്മ, ടോജോ, ഈ കുടുംബത്തെയും സിനിയും ഒക്കെ ഏറെയധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഐസിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. പ്രവാചകന്റെ വാക്കുകളാണ് ദൈവത്തിനെ കുറിച്ചുള്ളത്. അതായത് കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വഴികൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയും അല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളെക്കാളും വഴികളെക്കാളും എൻ്റെ വഴികളും ചിന്തകളും ഉന്നതമത്രയെന്ന്. നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായേക്കാം, എന്തുകൊണ്ടാണ് ഈ സഹോദരി, ഈ മകള് ഇത്ര ചെറുപ്പത്തിലെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നതെന്ന്. അതിനുള്ള ഏക ഉത്തരമാണ് ഐസിയാസ് പ്രവാചകൻ പറഞ്ഞത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയല്ല, എൻ്റെ വഴികൾ നിങ്ങളുടേതുപോലെയുമല്ല എന്ന്. എൻ്റെ ചിന്തകളും വഴികളും ഉന്നതം, നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രയെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം കടന്നു വന്ന ഒരു സന്ദേശം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢങ്ങളാണ്. ഐസിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ വചനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ പദ്ധതികൾ ഇവളിൽ പൂർണ്ണമായി. അതുകൊണ്ടാണ് ഇവളെ ദൈവം അവിടുത്തെ രാജ്യത്തിലേക്ക് സ്വീകരിച്ചത്. നമുക്കറിയാം, അവരുടെ കുടുംബ ജീവിതത്തിൽ, സിനിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഏറെ പരിമിതികൾ, ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന അവസരത്തിലൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുവാനും ഈ കുടുംബത്തിന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം ഈ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു അത്യാവശ്യം ജീവിത ചുറ്റുപാടുകളൊക്കെ പകർന്നു കൊടുക്കുവാനും ഒക്കെ ദൈവത്തിന്റെ വലിയ കൃപയാലും സാധിച്ചു. നല്ലൊരു അമ്മയായിട്ട്, നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കുവാനൊക്കെ ഇവൾക്ക് സാധിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം ഇവളിലൂടെ ഈ കുടുംബത്തിനും ഈ പ്രദേശത്ത് നമുക്ക് എല്ലാവർക്കും ഒക്കെ നൽകിയിരിക്കുന്ന നിരവധി ദാനങ്ങൾക്കെല്ലാം നമ്മൾ എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായി തീരുകയും ഈ മകളെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് വിട്ടുകൊടുക്കാൻ നമ്മൾ ഒരുത്തം തയ്യാറാകണം. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ജീവിതം പൂർത്തീകരിച്ചതിന് ശേഷം അവിടുത്തെ ആ സ്വർഗീയ ഗണങ്ങളോടുകൂടി, സ്വർഗീയ മാലാഖമാരോടുകൂടി ഇവളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. അവിടുത്തെ ആരാധനകളും സ്തുതികളും എന്നേക്കുമായി അർപ്പിക്കാൻ. മാത്രമല്ല
തന്റെ ജീവിത പങ്കാളി ഫിലിപ്പിനും തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും തന്റെ പ്രിയപ്പെട്ട മാതാവിനും സഹോദരന്മാർക്കും എല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥത വഹിക്കാനും ഒക്കെ ആയിട്ട് ദൈവം ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട മക്കൾക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അതുപോലെ എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മൃതസംസ്കാര ശുശ്രൂഷ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഈ സഹോദരിക്ക് വേണ്ടി ഈ മകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെയും നിന്റെ കൽപ്പനയാൽ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. അന്നൊരു ദിവസം ബസനിയായിൽ സോദരിമാരാ മത്താമറിയും ചുടുകണ്ണീരും വീട്ടിരുന്നു. അന്നൊരു ദിവസം ബസനിയായിൽ സോദരിമാരാ മത്താമറിയും ചുടുകണ്ണീരും മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബസനിയായിൽ സോദരിമാരാ മത്താമറിയും ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്ന കിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബസനിയായിൽ സോദരിമാരാ മത്താമറിയും ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർഗ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ദേവാലയത്തിലേക്ക് മൃതശരീരം വഹിച്ചവരുടെ ദേവാലയത്തിലേക്ക് പോവുകയാണ്. നടന്നാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. 2 ലൈനായിട്ട് മരക്കുരിശിന്റെ പിന്നാലെ 2 ലൈനായിട്ട് വണ്ടികൾക്കൊന്നും യാതൊരു തടസ്സവുമില്ലാതെ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വിടവാങ്ങുന്നേ നശ്വരമുലകേ വിടുതേടിക്കാൻ ശാശ്വത ഭാഗ്യം പാർപ്പിടമേ. സ്നേഹത്തിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. ദൈവിക ഭവനം പോകും നേരം വിടവാങ്ങുന്നേ വിടുതിയെനിക്കാൻ നൽകിയ വസതി ഞാൻ. ഭൂമിയിൽ അവർ
ആഡംബരവും പ്രൗഢിയുമേ ചെടികാശകളും അക്ഷയരാജം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. നിന്റെ കരുണയെ അറിയിക്കണമേ ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പിടുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുമോ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. സഹജന്മാരെ സേവകണമേ യാത്രയിലാ ചോദിക്കുന്നു അവനെ പുകട്ടുവിൻ ദൂത വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അത് കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോദം. വിടവാങ്ങും നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. കാഹളമോദി അവനെ പുകഴ്ത്തുവിൻ ദൂത വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അത് കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോദും. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ചെടികാശകളും അക്ഷയരാജം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക ആകത്തിനും സന്തതികൾക്കും
നിങ്ങളോടും ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ കാമലോകരെ ദാനവേദി ധന്യജീവിതം സദാ നയിക്കുവിൻ സ്നേഹമുള്ള നിങ്ങളോടും ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാ എന്നെയും സ്മരിക്കണേ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടും പേടി വളർന്ന് സുരവിടറി വെടിനീർ തോന്നി ഉണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോരുവാൻ വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല പ്രതിയുടെ പിടിയില വന്നു ഞാൻ രണ്ട് നിലനിൽക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിച്ചാൽ പിന്നെ ഈ ഭൂമുഖത്ത് നമുക്ക് ഇടമില്ല. ദൈവം തന്റെ കൈവഴിയുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ദേവാലയത്തിലെ വിശുദ്ധ ബലിയോടെ ദിവസം ആരംഭിക്കണമെന്നത് ആ നിർബന്ധ ജീവിതം തന്റെ കുടുംബാംഗങ്ങൾക്കും പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് ശീലമാക്കി കൊടുത്ത പ്രിയപ്പെട്ട അമ്മ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് ശക്തി ലഭിക്കട്ടെ എന്നുള്ളത. അണയും നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളീടാ. പ്രതിയുടെ കൈപ്പല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമികളിൽ ശിശുനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃതരമണിലേൽക്കും. അവന്റെ നാമമെന്ന് ധന്യമാകുന്നു. പ്രതിയെ ഉറവോ നാഥനയക്കുന്നു. ദുഷ്ടനും ഇടയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ ശ്രദ്ധിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. നാഥനും നൽകും ഹൃദയ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളി ചിഹ്നം. അതിലുള്ളവരോ നാഥനു പോൽ പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും
പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. താതിനുമേവം സുതനും റൂഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതലേക്കും യേശോനാഥ മരണവുമേലും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ അർപ്പിക്കുകയും നല്ലവർക്ക് സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ഇയാളെ തലവെടുത്ത് പാർത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയും നാം മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പരിശുദ്ധമായ തിരുവാതിര ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മരണത്തിലേക്കും വേണ്ടി ജയിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങൾ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മൗലിക വഴി അന്വേഷിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂതാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചുരുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് മോക്ഷം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നാകുന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും കൊൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. തിങ്ങി മുഴങ്ങും ആകളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്ത ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറടകത്ത മനോഹരമാകുന്നു. വിശുദ്ധമായ പുത്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. സോപ്പാകളുടെ നീനെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെ കഴിവുക, ഞാൻ മഞ്ഞിനേക്കാൾ ആദിനന്ദനേക്കും ആമേൻ.
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം എന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ, ഞാൻ പ്രയത്നിക്കും മഹിമയോടന്തിനാളിൽ കർത്താവേ നീ അണിയുമ്പോൾ കരുണയോടൻ നിർത്തണമേ നല്ല വെറുത്തു വലം ഭാഗേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിനെ സ്തുതിക്കുവാനവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവിൻ ദാസേവിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ ചരിതകളാൻ സാറായേലീശ മർത്തയോടും കൂടെ കടശീലുത്താനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. പിതാവും പകലും ഞാൻ കണ്ണീർ കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ ഉദ്യോഗനെ പരിഹസിക്കുന്നു. നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവിതായികവുമായ ശബ്ദത്താൽ ആ സമർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വൻഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ പ്രിയ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നിങ്ങൾ ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ.
ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരും മുത്താണ്ടോ ഉണ്ടോ? ഞാനും മുത്താണ്ടോ കാണുന്നേ കൈ 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 വിട്ട് തൊട്ട പറഞ്ഞു
One